من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ ആളുകളുടെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനിലൂടെ പറഞ്ഞ സൽഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിൽ പ്രവാചകനായി തെരഞ്ഞെടുത്ത് അള്ളാഹു പ്രവാചകനെ തെരഞ്ഞെടുക്കുകയും അത് ജനങ്ങളുടെ മുന്നിൽ പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബിയെ അവർക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അതുവരെ വിളിച്ച പേരായിരുന്നു. ആ പേരാണ് അൽ അമീൻ. അൽ അമീൻ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. വിശ്വസ്തൻ എന്നാണ്. ആ നാട്ടിലുള്ള ആളുകളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയാകുന്നത് വരെ വിളിച്ചിരുന്ന പേര് മുഹമ്മദ് വിശ്വസ്തനാണെന്നാണ്, അൽ അമീനാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവാചകനായി എന്നത് അവരുടെ അഹങ്കാരം കൊണ്ട് അംഗീകരിക്കാൻ കഴിയാതിരിക്കുക എന്നതിലപ്പുറം പ്രവാചകന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടവർക്കൊരു അണുപോലും സംശയമോ എതിരഭിപ്രായമോ ഉണ്ടായിരുന്നില്ല. അള്ളാഹു അങ്ങനെയാണ് നബിനെ വളർത്തിയത് സത്യത്തിൽ. അതുകൊണ്ടാണ് പ്രവാചകനെ ആളുകൾ അങ്ങനെ തന്നെ വിളിച്ചത്. മുഹമ്മദ് അൽ അമീനാണ്, വിശ്വസ്തനാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സൂറത്ത് മുഅ്മിനൂനിൽ അടുത്തതായി നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു പറഞ്ഞത് ഈ പ്രവാചകന്റെ സ്വഭാവം പ്രവാചകന്റെ അനുയായികളായ നമ്മൾക്കും ഉണ്ടാകണം എന്നതാണ്. അപ്പോഴേ നമ്മുടെ നാട്ടിൽ നമ്മളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുകയും നമ്മുടെ ഇസ്ലാമിനെ ആളുകൾക്ക് ഇഷ്ടമാവുകയും ചെയ്യുകയുള്ളൂ. ഖുർആനിന്റെ ആയത്ത് വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹദിഹിം റാഊൻ. ആരാണ് സ്വർഗം കിട്ടുന്ന ആളുകൾ? അവർ അവരുടെ അമാനത്തുകളും കരാറുകളും പൂർത്തിയാക്കുകയും പാലിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്നതാണ്. പ്രവാചകനെ അൽ അമീൻ എന്ന് വിളിച്ച പോലെ നമ്മളുടെ ജോലിസ്ഥലത്ത്, നമ്മളുടെ അധികാര പരിധിയിൽ, നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നമ്മളെക്കുറിച്ച് ആളുകൾ പറയണം, അവൻ വിശ്വസ്തനാണ്, ചതിക്കില്ല, വഞ്ചിക്കില്ല. അപ്പോഴാണ് സത്യത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുകയുള്ളൂ. സഹോദരങ്ങളെ, എന്താണ് വിശ്വസ്തതയുടെ നേർവിപരീതം? അത് ഖിയാനത്താണ്, വഞ്ചന, ചതി, പറ്റിക്കൽ, ആളുകളെ
ചതിക്കൽ. അതാണ് അമാനത്തിന്റെ നേരെ വിപരീതം. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന വാക്ക് ഇന്നല്ലാഹ യഉമുറുക്കും, അല്ലാഹു ഇതാ നമ്മളോട് കൽപ്പിച്ചു, വിശ്വാസികളായ നമ്മളോട് കൽപ്പിച്ചു, അൻ തുഅദ്ദു അൽ അമാനാത്ത് ഇലാ അഹ്ലിഹാ. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ചില കരാറുകളുണ്ട്, നമ്മൾ പൂർത്തിയാക്കേണ്ട ചില ബോധ്യങ്ങളുണ്ട്, ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കുകയും ആളുകൾക്കിടയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളായി നിങ്ങൾ മാറണം. അതാണ് വിശ്വാസി. എന്നിട്ട് നമ്മൾക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച ഒരു ഹദീസ് കൂടി പറയാം. അതെന്താണ്? ആയത്തുൽ മുനാഫിഖ് സലാസ. വിശ്വാസികൾ കരാറ് പൂർത്തീകരിക്കുന്നവരാണ് എങ്കിൽ കപട വിശ്വാസിയുടെ ലക്ഷണം 3 എണ്ണമാണ്. അതിൽ മൂന്നാമത്തേത് ഇദഅ്തു മിന ഖാന. അവർ കരാറുകൾ ഏറ്റെടുക്കും. ആളുകൾ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാന്ന് പറയും, പക്ഷെ ഖാന, അവർ വഞ്ചന കാണിക്കും. അമാനത്തിന്റെ നേർ വിപരീതമാണ് ഖിയാനത്ത്, അഥവാ വിശ്വാസത്തിന്റെ നേർ വിപരീതമാണ് കപട വിശ്വാസം. സഹോദരങ്ങളെ, നമ്മൾ ലളിതമായി നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ? ഞാൻ വിശ്വാസിയുടെ ലക്ഷണമായ അമാനത്തിലാണോ എന്നാൽ കഴിയുന്ന രൂപത്തിൽ ജീവിക്കുന്നത്, അല്ല കപട വിശ്വാസിയുടെ ലക്ഷണമായ വഞ്ചനയിലൂടെയാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കുകയും എന്നിട്ട് ഖുത്ബക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യണം എന്നതാണ് പ്രധാനം. ഒരു കാര്യം നമ്മൾക്കറിയണം, അതെന്താണെന്നറിയുമോ? നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വ്യത്യസ്തങ്ങളായ പദവികൾ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. നമ്മൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും, ആ പാർട്ടികളിൽ വ്യത്യസ്ത പദവികളുള്ള ആൾക്കാരുണ്ടാകും. അതേപോലെ മതപരമായ സംഘടനകളിൽ വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരുണ്ടാകും. നാട്ടിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാരുണ്ടാകും. നമുക്ക് ദുനിയാവിലൊരു സന്തോഷാണ്, ശരിയാണ്, നമുക്ക് സന്തോഷാണ്. നമ്മൾ മരിച്ചാൽ നമ്മളെ താഴെ ഉണ്ടാവും പത്രത്തില്, അയാൾ ഇന്ന ട്രസ്റ്റിന്റെ മെമ്പറാണ്, ഇന്നതിന്റെ പ്രസിഡന്റാണ്, ഇന്നതിന്റെ ഖജാജിയാണ്. ശരിയാണ്, ആളുകൾക്ക് വായിക്കാൻ സുഖാകും. പക്ഷെ അത്രയും പദവികളുടെ കാര്യത്തിൽ പടച്ചോന്റെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നത് ഒരു തവണയെങ്കിലും ദുനിയാവ് നമ്മൾ ആലോചിക്കണം. അതെന്തായി പറയാൻ കാരണം എന്നറിയോ? ഞാനടക്കം ഓരോരുത്തരും നമ്മൾക്ക് വ്യത്യസ്ത പദവിയില്ല സൗങ്ങളെ, രാഷ്ട്രീയത്തില്, സംഘടനകളില്, നാട്ടിലെ കാര്യങ്ങളില്. പരിശുദ്ധ ഖുർആൻ ഈ അമാനത്തിനെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്ഭുതകരമായിട്ടാണ്. അതെങ്ങനെയാണെന്നറിയോ? അല്ല പറയാൻ, ഈ ആയത്ത് നമ്മൾ മറക്കരുത്. ഇന്നാ, അല്ല പറയാൻ, തീർച്ചയായും നാം അറളിനൽ അമാനത്ത അല സമാവാതി വൽ അർളി വൽ ജിബാൽ, ഉത്തരവാദിത്ത ബോധത്തെ, അമാനത്തിനെ ഞാൻ ആകാശങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഭൂമിയുടെയും മുന്നിൽ വെച്ചു കൊടുത്തു. അല്ല പറയാൻ, അമാനത്തിന് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിൽ വെച്ചു കൊടുത്തു. ഫഅബൈന അൻ യഹ്മിൽനഹാ, പക്ഷെ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അവയെ തിരസ്കരിച്ചു. പടച്ചോനെ, ഞങ്ങൾക്ക് അമാനത്ത് കൊണ്ടടക്കാൻ കഴിയില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വം നിർവഹിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും അള്ളാനോട് പറഞ്ഞു. ഖുർആന്റെ ആയത്താണ്. വഅശ്ഫഖ്ന മിൻഹാ, അവർ അതിനെ പേടിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നിർവഹിക്കാതെ പോകുമോ എന്ന് ഭൂമിയും ആകാശങ്ങളും പർവ്വതങ്ങളും പേടിച്ചിട്ട് പറഞ്ഞു, അല്ലാ ഞങ്ങൾക്ക് അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല. വഹമലഹാ അൽ ഇൻസാൻ, അല്ല പറയാൻ, പക്ഷെ മനുഷ്യന്മാര് പറഞ്ഞു, എനിക്ക് തന്നോളിയും പടച്ചോനെ, പ്രസിഡന്റ് സ്ഥാനല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, ഖത്തീബ് സ്ഥാനല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, ഖജാൻജി സ്ഥാനല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, എക്സിക്യൂട്ടീവിന്റെ മെമ്പറല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, ആ വാർഡിന്റെ പ്രസിഡന്റ് അല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, MP അല്ലേ ഞാൻ ഏറ്റെടുത്തോളാം, ആ നാട്ടിലത്തെ ഭരണാധികാരികൾ ഓരോ ചെറുതും വലുതുമായ സ്ഥാനങ്ങൾ ഇന്ന ഉൾപ്പെടുത്തിക്കോളിൻ എന്ന് മനുഷ്യന്മാര് പറഞ്ഞു. ഇന്നഹു കാന വലൂമൻ ജഹൂല, അള്ളാന്റെ വാക്കെന്താ അറിയോ? അവൻ എന്തൊരു വിഡ്ഢിയാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ് അവൻ കാണിച്ചത്. അതുവഴി അവൻ എത്ര വലിയ അക്രമിയാണ് ആയി മാറിയത്. സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പദവി ഉണ്ടാകാൻ പാടില്ല എന്നാണോ? സ്ഥാനം ഉണ്ടാകാൻ പാടില്ല എന്നാണോ? അല്ല. പക്ഷേ പദവിയെയും സ്ഥാനങ്ങളെയും മലയും ആകാശങ്ങളും ഭൂമിയും ഭയപ്പെട്ട ഒരു ഭയപ്പാടുണ്ട്. പടച്ചോനെ, അതുവഴി നാളെ പരലോകത്ത് ഞാൻ കുറ്റക്കാരനാകുമോ? ആ ചിന്തയില്ലാതെ ഏറ്റെടുക്കുന്ന മനുഷ്യൻ എന്നതാണ്.
ആ ചിന്ത അല്ലാതെ നമ്മളോടാട്ട് ആലോചിക്കണ്ട്. നാടല്ലല്ലോ പരലോകം. നാട്ടിൽ ആളുകൾ പറയും, ഇപ്പൊ ഞാനൊരു ഇലക്ഷന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ഥാനത്ത് നിൽക്കുകയാണ്, ഞാൻ ആളുകളുടെ മുന്നിൽ എന്തൊക്കെ, ഞാനും നമ്മുടെ കൂടെയുള്ള നമ്മളും ആളുകളോട് എന്തൊക്കെ പറയും, ഞാൻ ഇന്നാലിന്റെ കാര്യങ്ങൾ ചെയ്യും, ഇന്നത് നിർവഹിക്കും, നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ തരാം. നമ്മൾ പ്രസംഗിക്കുന്നു, ഫ്ലെക്സ് വെക്കുന്നു, ലഘുലേഖകൾ കൊടുക്കുന്നു, ആളുകളോട് വാചികമായി പറയുന്നു. അങ്ങനെ ആളുകൾ നമ്മളെ വിശ്വസിക്കുന്നു. എന്ത്? ഇന്നാലിന്നാളെ തെരഞ്ഞെടുക്കണട്ടോ, അയാളെ പ്രസിഡന്റ് ആക്കണട്ടോ, അയാളെ സെക്രട്ടറി ആക്കണട്ടോ, കാരണം അയാളെ നമുക്ക് ഉറപ്പ് വന്നിക്കണ്. ആ റോഡ്, ആ പാലം, ഇന്ന സ്ഥാനം, ഇന്ന രോഗം, ഇന്ന കെട്ടിടം, ഇന്ന സമ്പത്ത്, ഇന്നാലിന്ന കാര്യം ശരിയാക്കും. ഓക്കെ, ആളുകൾ വോട്ട് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു, പാനൽ അവതരിപ്പിക്കുന്നു, അവസാനം നമ്മളെ തെരഞ്ഞെടുക്കുന്നു. ഇതേ ആളുകളോട് നമ്മൾ പറഞ്ഞ അതേ നിഷ്കളങ്കരായ ആളുകൾ 2 മാസമോ 1 കൊല്ലമോ 6 മാസമോ കഴിഞ്ഞിട്ട് നോക്കിൻ, നമ്മളാ പറഞ്ഞ കാര്യം വിശ്വസിച്ചില്ലടാ, അതൊക്കെ എന്റെ സമയത്ത് നമ്മൾ പറയണതല്ലേ, അതൊക്കെ ഒരു ഓളത്തിന് പറയണതല്ലേ, അതൊക്കെ എല്ലാരും അങ്ങനെ പറയണൊക്കെ കാര്യത്തിലെടുക്കോ? ഈ വർത്താനം മനുഷ്യൻ പറയുന്ന അള്ള പറഞ്ഞു, ഈ വർത്താനം മനുഷ്യൻ പറയും, ഇത് കാര്യത്തിലെടുത്തോ? അതൊക്കെ ഇപ്പൊ ആ സമയത്ത് പറയണതല്ലേ. അതൊക്കെ ഓരോരുത്തരും മിനിമം എന്താ നമ്മൾ പറയേണ്ടറിയോ? നോക്കൂ, എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഇന്നാലിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻട്ടോ ശ്രമിക്കട്ടോ, സഹോദരങ്ങളെ ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ. അങ്ങനെയെങ്കിലും പറയൽ നമ്മുടെ ബാധ്യതയല്ലേ. നമ്മളെല്ലാ കാര്യം ഏറ്റെടുക്കുക, എന്നിട്ടൊന്നും നിർവഹിക്കാതെ ചോദിക്കുന്നവനോട് നമ്മൾ കളിയാക്കി അവനെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ വിടുക. ഇതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. എന്ത്? മനുഷ്യൻ ജഹൂലും വലൂമുമായി മാറി. അവന് അധികാരം എന്നുള്ളത്, പദവി എന്നുള്ളത് അമാനത്ത് നിർവഹിക്കാനല്ല. കിട്ടും വരെ അവൻ നാട്ടാരോടെല്ലാം പറയും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് ഉത്തരവാദിത്തമാണ് എന്നവൻ മറന്നുപോകും. മതപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഓരോരുത്തരോടും പറയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ 23 വർഷത്തെ ദഅ്വാ പ്രവർത്തനം കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സഹാബികളെയും കൂട്ടിയിട്ട് നബി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്കറിയണ ചോദ്യമാണ്. എന്താ ചോദിച്ചറിയോ? റസൂൽ അങ്ങനെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് എനിക്ക് ഏകദേശം ബോധ്യമുണ്ടായി. അലാഹൽ ബല്ലഗ്തു. ഈ ചോദ്യം മറക്കരുത്. മലയാളത്തിൽ നമ്മൾ ചോദിക്കണം. എനിക്കൊരു പദവി ഉണ്ടെങ്കിൽ എന്റെ താഴെയുള്ള ആൾക്കാരുടെ ഞാൻ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിന്റെ മലയാളം ചോദിക്കണം. അലാഹൽ ബല്ലഗ്തു. ഞാൻ സഹാബാക്കളെ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? അല്ല എന്നോട് നിങ്ങൾക്ക് എത്തിച്ചു തരണം എന്ന് പറഞ്ഞ ദീൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ സഹാബാക്കളെ? നിങ്ങൾ എന്നോട് പരലോകത്ത് പറയൂല, നിങ്ങൾ അള്ളാഹിനോട് മുഹമ്മദ് നബി ഒക്കെ എത്തിച്ചെന്നിട്ട് പറയില്ലേ? സഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾ പറയും, നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ് എന്ന് പറഞ്ഞിട്ടായി ദുനിയാവെന്ന് മരിച്ചുപോയത്. ഞാനൊരു പ്രസിഡന്റ് എന്തിന്റെ ആയിക്കോട്ടെ, ഞാൻ ഈ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു നന്മയുടെ പ്രസിഡന്റാണ്, ഞാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ ഏതെങ്കിലും ഒരു മതപരമായ കാര്യത്തിന്റെ സെക്രട്ടറിയാണ്, എന്തായിക്കോട്ടെ, ഞാൻ എന്റെ കൂടെയുള്ള ആൾക്കാരോട് ചോദിക്കണ്ടേ? ഒരു 6 മാസത്തിലേക്കെങ്കിലും നോക്കി, നിങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംതൃപ്തിയില്ലേ? ആ ചോദ്യം ചോദിക്കാതെ 3 കൊല്ലം കൂടുമ്പോൾ വീണ്ടും ഞാൻ തന്നെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീണ്ടും മാറുക. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തോ ചെയ്തില്ലേ, ആൾക്കാരോട് പറഞ്ഞത് ചെയ്തോ, പള്ളിയുമായി, ദീനുമായി, സംഘടനയുമായി, തഖ്വയുമായി അള്ളാഹുവിന്റെ ആദർശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കരാറേറ്റെടുത്തിട്ട് 3 കൊല്ലം കഴിയുമ്പം ഈ നാട്ടിൽ ഒരു ദഅ്വാ പ്രവർത്തനം നടന്നിട്ടില്ല. 5 കൊല്ലം കഴിയുമ്പം ഈ നാട്ടില് പുതിയ കുട്ടികൾക്ക് ഒരു കുട്ടി പോലും ദീനിനെ കുറിച്ച് കേട്ടിട്ടില്ല. നമ്മളൊരു സ്ഥാനം ഏറ്റെടുത്തിട്ട്, ദഅ്വത്തിന്റെ ഒരു കാര്യം ഏറ്റെടുത്ത് അങ്ങാടികളിലും സമീപത്തിലും വരുമ്പം ഒരു പുതിയ വീട്ടിലേക്ക് പോലും ഒരു പുതിയ തഫ്സീറോ ഒരു ആയത്തോ ഒരു ഹദീസോ എത്തിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പല്ല കൂട്ടരെ, അല്ലാഹു ചോദിക്കൂലേ, നീ എന്തിനായിരുന്നു ഇന്ന സ്ഥാനം ഏറ്റെടുത്തത്? അത് പടച്ചോനെ എനിക്ക് ആദരവ് കിട്ടാൻ, എന്റെ പേര് വരാൻ, എന്റെ ഫ്ലെക്സ് വരാൻ, എന്നാൾക്കാർ ആദരിക്കാൻ. പരിശുദ്ധ ഖുർആൻ എന്തൊരു വിഡ്ഢിത്തമായിട്ടാണ് നമുക്ക് പറഞ്ഞെന്നറിയോ? പ്രവാചകന്റെ വാക്കെന്നറിയോ? ലാ ഈമാന, ഈമാൻ ഇല്ല. നമ്മക്കറിയുന്ന അർത്ഥം വെച്ചാ മതി. ഓരോ കുട്ടിക്ക് ഇതിന്റെ അർത്ഥം ലാ ഈമാന, ഈമാനില്ല. ആർക്ക്? ലാ അമാനത്ത ലിമൻ ലാ അമാനത്ത ലഹു. ഉത്തരവാദിത്തം നിർവഹിക്കാത്തവർ ഈമാനില്ല. എന്തിനാ നബി അങ്ങനെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? ഓൻ വേഷം വെച്ചിട്ട് ഈമാനുണ്ട് എന്ന് പറയും, ഓൻ വേഷം വെച്ചിട്ട് ഈമാനുണ്ട് എന്ന് പറയും, ഓൻ ചൊല്ലണ ദിക്ർ വെച്ചിട്ട് മുത്തഖിയാണെന്ന് പറയും. റസൂൽ പറയാൻ
തഖ്വയും ഈമാനും അല്ലാഹുവുമായിട്ടാണ് ബന്ധമെങ്കിൽ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഏറ്റെടുത്ത ഉത്തരവാദിത്വം കഴിവിന്റെ പരമാവധി നാടും പരിസരവും അവനാന്റെ തോക്കത്തനുസരിച്ച് കുറച്ചെങ്കിലും ഒക്കെ നിർവഹിക്കാൻ കഴിയാത്തവൻ ഈമാനില്ല. അടുത്ത വാക്കെന്തറിയോ? ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാറ് പാലിക്കാത്തവന് മതവുമില്ല. ഓന്റെ പേര് മുസ്ലിം ആയിരിക്കും, ഓന്റെ വാപ്പ പള്ളിയുമായും മദ്രസയുമായും ദീനുമായി ബന്ധപ്പെട്ട ആളായിരിക്കും, കുടുംബം മുഴുവൻ വളർന്നത് മുഴുവൻ തൗഹീദിന്റെ വഴിയിലായിരിക്കും. അല്ല പറയും അവന് ദീനില്ല. കാരണം അവൻ ഏറ്റെടുത്തതാണ്. ഞാൻ ചെയ്തോളാം, ഞാൻ നിർവഹിച്ചോളാം. എന്നിട്ട് അവനാന്റെ സുഖം നോക്കിയിട്ട് ദീനുമായിട്ട് ബന്ധപ്പെട്ടതും ആളുകൾക്ക് ഉപകാരം ചെയ്യേണ്ടതുമായ ഒരു കാര്യം ചെയ്യാതെ അവനവനെ സുഖിച്ച് ജീവിക്കുക. അവന് ദീനില്ല, ഈമാനുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനടക്കം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അല്ല അനുവദിച്ച രാഷ്ട്രീയം, മതം, പൊതുകാര്യങ്ങളിലൊക്കെ നമ്മൾ മെമ്പർമാരാണ്. നമ്മൾ അള്ളത് ആക്കിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിലും പുണ്യങ്ങളും നന്മകളും ചെയ്യണം. ദഅവത്ത് ചെയ്യേണ്ടവർ അത് ചെയ്യണം. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർ ആളുകൾക്ക് ഉപകാരം ചെയ്യണം. പൊതുകാര്യത്തിൽ ആൾക്കാർ അതിനു വേണ്ടി ഇറങ്ങണം. എനിക്കതിന് പറ്റൂല എന്നാണെങ്കിൽ അതിന് നമ്മൾ പോരണം. നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാന്റെ മുന്നിൽ പറയാൻ കഴിയണം, പടച്ചോനെ ഇന്നെ കൊണ്ടാവണ പോലെ രൂപത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അലങ്കാരമായി കൊണ്ടുവന്നാലറിയോ ഇത് പരലോകത്ത് നമുക്കെതിരായിട്ട് വരും. സഹോദരങ്ങളെ, മറ്റൊരു മേഖല ഏതറിയോ? മറ്റൊരു മേഖല നമ്മുടെ ജോലി സംബന്ധമായ കാര്യമാണ്. അതെന്താണ്? വളരെ പ്രധാനമായും പറയേണ്ട ഒരു സംഗതിയാണ്. ഓരോ യുവാക്കളും ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മളൊരു ജോലി ഇട്ടാനേ എത്രമാത്രം സഹോദരങ്ങളെ അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആളുകളെ പോയി കാണുന്നു, ദുആ ചെയ്യുന്നു, ബാക്കിയുള്ളവനെ ശുപാർശ വാങ്ങുന്നു, ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരാൾ നമുക്കൊരു ജോലി തന്നു, ഓന്റെ ഒരു കടയിൽ നമുക്കൊരു ജോലി തന്നു, ഓഫീസിൽ ജോലി തന്നു. പിന്നെ നമ്മൾ നടക്കെന്താ അറിയോ? പിന്നെ അവന്റെ മെയിൻ ഉദ്ദേശം ആ ഓഫീസും ആ ജോലിക്കാരനും അതിന്റെ മുതലാളിനും 24 മണിക്കൂറും കുറ്റം പറഞ്ഞ് ഇത് പ്രശ്നമാണ്, ഇത് പോക്കാണ്, ഇതെന്ത് പരിപാടിയാണ്, ഇയാളെന്ത് നിസ്കാരാണ്, തന്ന ജോലിയെയും ചെയ്യേണ്ട പ്രവർത്തനത്തെയും ഒരു നയാ പൈസയുടെ നന്ദി പോലും കാണിക്കാതെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. എന്നാൽ അതിന് പോയിക്കൂടെ? പോകൂല. ദിവസവും മാസവും വെച്ചിട്ട് ആ ജോലി ചെയ്തതിന് ശമ്പളവും വാങ്ങുക, അതിന് ജോലിയും ചെയ്യാതിരിക്കാം. ഇസ്ലാമിൽ ഗുരുതരമായ തെറ്റാണ്. ഒന്നുകിൽ നമുക്ക് പറ്റൂലേ അവിടുന്ന് പോവുക. അവിടെ നിന്നിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ജോലി ചെയ്യാതെ മുതലാളി ഉണ്ടാകുമ്പോൾ പണിയെടുക്കുക. മുതലാളില്ലെങ്കിൽ അവനാന്റെ ഫോൺ ഇട്ടൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുക. ആൾക്കാർ വരുന്നതും അറിയണില്ല, പോണതും അറിയണില്ല. CCTV വെക്കാന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റൂല, അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയാ. എന്നിട്ടോ അവിടെ നടക്കുന്ന ഏതെങ്കിലും പുതിയ ബൗച്ചർ എഴുതുക, കള്ളപ്പൈസ ഉണ്ടാക്കുക, ആൾക്കാരെ വിടുക. എന്നിട്ട് ആളുകളില്ല എങ്കിൽ അവിടുന്ന് പൈസ ചാമ്പുക. എന്നിട്ട് കണക്ക് പുസ്തകത്തിൽ കൃത്രിമത്വം കാണിക്കുക. ഇതെന്ത് ദീനാണ്? ഇങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകൾ. എന്നിട്ട് അതൊരു വളവത്തരം, ഭയങ്കര സംഭവമായിട്ട് മൂപ്പർക്കൊന്നും കണക്കറിയില്ല. ഞാൻ എല്ലാ ദിവസവും ഒരു 250-300 വെച്ച് ഇങ്ങനെ കുറച്ചെഴുതും. മൂപ്പരൊന്നും പിടിക്കാൻ പോണില്ല. മൂപ്പര് പിടിക്കൂല. ആ പൈസ ദുനിയാവിൽ കുഴിച്ചിടല്ലോ, ആ പൈസ ഓടേക്ക് കൊണ്ടിടല്ലോ, ആ പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ, ആ പൈസ കൊണ്ട് പെട്രോൾ അടിച്ച് അങ്ങാടി കൂടെ പോകല്ലേ, ആ പൈസ അമ്മാക്ക് വാങ്ങിക്കൊടുക്കല്ലേ. ഇത് തീരുമാനാക്ക അള്ളാനെ കൊണ്ട് കഴിയില്ലേ? അവനാന്റെ ജീവിതത്തിൽ ജോലി തന്നവരെ ചതിക്കുക, വഞ്ചിക്കുക. എത്ര ആളുകളുണ്ട് സമയം? ഞാൻ ഭൂരിപക്ഷമല്ല പറഞ്ഞത്, കുറച്ചാണെങ്കിലും എത്ര ആളുകളുണ്ട്? അവനാന്റെ കുടുംബത്തിൽ ഗൾഫിലോ നാട്ടിലോ ഓൾക്കൊരു ഷോപ്പോ അവർക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ, എടാ നമ്മൾ പണ്ട് ഒന്നിച്ച് ജീവിച്ചാൽ എന്റെ പിൻ നമ്മളൊരു ചോരല്ലേ, എടാപ്പാനി മൂത്താപ്പാനി മക്കൾ, ഇന്റെ കുട്ടിക്ക് ആ കുടുംബത്തിന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ പരിഗണിച്ച് ഒരു ജോലിയാണ് കൊടുത്ത്, കുടുംബമല്ലേ, നാടല്ലേ, കുടുംബക്കാരല്ലേ, പാവല്ലേ. പിന്നെ കാണാ അവനെ കൊണ്ട് ആ ഷോപ്പ് പൂട്ടേണ്ടി വരും. അതുവരെ ഷോപ്പിനൊരു സ്ഥിരത ഉണ്ടാവും. എല്ലാവരും 8 മണിക്ക് വരെ, വൈകുന്നേരം 5 മണിക്ക് പോവുക. ഇവൻ കുടുംബബന്ധം ജീവിതത്തിൽ അതിന് മുതലെടുത്തിട്ട് 9:30 കയറി വരും, 4:30 വരും. എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങാടിയിലും നാട്ടിലിട്ടിട്ട് സ്വന്തം കുടുംബക്കാരനെ ചതിച്ചു, വഞ്ചിച്ചു എന്ന് അങ്ങാടിപ്പാട്ടാക്കുന്നതുകൊണ്ട് മിണ്ടാതെ എത്രയോ കടയുടമകൾ അവനാൻ വാങ്ങുന്ന ശമ്പളത്തിന്. എന്താ സഹോദരങ്ങൾ, നമ്മളൊരു ഷോപ്പിക്ക് ഒരു പണിക്കാരനായി കയറുമ്പം, യുവാക്കളെ, നല്ലവരായ സഹോദരങ്ങളെ, നമ്മുടെ ആഗ്രഹം എന്താ ഉണ്ടാകേണ്ടി?
പടച്ചോനെ ഞാൻ ഈ ജോലിക്ക് കയറുക വഴി എന്റെ മുതലാളി ഈ ഷോപ്പും വളരണം പടച്ചോനെ, അപ്പോഴേ എനിക്ക് ഖൈറുണ്ടാകുള്ളൂ. ഇതെന്താ ഉണ്ടാകാറിയോ? ഒരു സാധനം, ആ സാധനം ഏതെങ്കിലും ഒരാൾ വന്നിട്ട് 2 സാധനം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയാൽ മുതലാളിക്ക് ലാഭം, രണ്ടാമത്തെ അത് വാങ്ങാതെന്നാൽ അവനാന് ലാഭം. മുതലാളില്ലെങ്കിൽ മുതലാളി സ്ഥിരം വാങ്ങുന്ന സാധനം ഒഴിവാക്കിയിട്ട് അവനാ സ്വന്തം വാങ്ങി എക്സ്ട്രാ ലാഭം എടുത്താണ്ട് സുഖിച്ച് ജീവിക്കുക. വഞ്ചനയാണ്, കൊടിയ വഞ്ചനയാണ്. അവനവന് ജോലി തന്നവരെയും അവനവനെ വിശ്വസിച്ചവരെയും ചതിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകൾ ചെയ്യരുത്, ദയവേത് ചെയ്യരുത്, നിർത്തണം. ഞാൻ പറഞ്ഞത് ഇതിനൊരു വലിയ ടീം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവൂടാ. ഓലി നമ്മളെ ഫുള്ളും തന്നിട്ടില്ലല്ലോ. ഇതിന് ഇസ്ലാമികമായിട്ട് പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ? പ്രവാചകൻ പറഞ്ഞ വാക്ക് അദ്ദിൽ അമാന, നമ്മളെ വിശ്വസിച്ചവരോടുള്ള കടമകൾ നിർവഹിക്കണം. ഇലാ മൻ ഇത്തമനക്ക, അന്നെ വിശ്വസിച്ചിട്ടാണ് മൂപ്പര് പോണത്, അന്നെ താക്കോലേൽപ്പിച്ചിട്ടാണ് പോണത്. മകനെ പോലെ വിശ്വസിച്ചിട്ടാണ് ഷട്ടർ പൂട്ടാതെ പോണത്, പൈസ ഏൽപ്പിച്ച് പോണത്. അടുത്ത വാക്ക് എന്താ അറിയോ? വലാ തഖുൻ മൻ ഖാനക. ചില ആൾക്കാർ പറയും മൂപ്പരേ അനക്ക് വേണ്ടത്ര പൈസ തന്നിട്ടില്ല, അനക്ക് എടുക്കട്ടോ, മൂപ്പരെന്നെ വഞ്ചിച്ചക്കാനിട്ടോ എന്ന് ആൾക്കാർ പറയും. വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ പോലും തിരിച്ചു വഞ്ചിക്കരുത്. സഹോദരങ്ങളെ, ഇതെന്തിനാ പറയണെന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച ആൾക്കാരെ മുസ്ലിമാണെങ്കിൽ ചതിക്കരുത്. ഉദ്യോഗസ്ഥന്മാരാ ഞാനടക്കമുള്ള ആൾക്കാർ, നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്താ? ഗവൺമെന്റിൽ നമ്മൾ എഴുതി ഒപ്പിട്ടെടുത്ത സാധനല്ലേ, അതിനാണ് നമുക്ക് ശമ്പളം തന്നെ, അത് നിർവഹിക്കുക. അതാണ് ഒന്ന്. അതിന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം, അതിന്റെ കൂടെ ക്ലാസുകൾ, അതിന്റെ കൂടെ മറ്റുള്ള കാര്യങ്ങൾ, ഇതാണ് നമ്മൾക്കുള്ള ഉത്തരവാദിത്തം. എന്നാൽ ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വരുമ്പോൾ എവിടെ? മൂപ്പര് പോഷൻ തീർത്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. എന്ത്? മൂപ്പര് അധ്യാപക സംഘടനാ പ്രവർത്തനം. ശമ്പളം വാങ്ങുന്ന അധ്യാപക സംഘടനയിൽ നിന്നാണോ? അല്ല. ശമ്പളം വാങ്ങുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ, ജോലിയോ കുട്ടികളെ പഠിപ്പിക്കുന്നത് പൂർത്തിയാണെങ്കിലൊക്കെ ഗവൺമെന്റ് അനുവദിച്ചതാണ്. പക്ഷേ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെയും അവർക്ക് നൽകേണ്ടത് നൽകാതെയും അവർക്ക് നടത്തേണ്ട എക്സാമുകൾ പൂർത്തിയാക്കാതെയും അവരെ വിജയികളാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് ശമ്പളം വാങ്ങിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഇതുപോലും നിർവഹിക്കാതെ മറ്റു പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ വഞ്ചനയാണ്. അതാര് ചെയ്താലും വഞ്ചനയാണ്, ആര് ചെയ്താലും. ഒരു പഞ്ചായത്തിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരും സഹോദരങ്ങൾ, നമ്മുടെ ആദ്യത്തെ കാര്യം നമ്മൾ ശമ്പളം വാങ്ങുന്നത് പൂർത്തിയാക്കുക എന്നാണ്. നമ്മളെ തെരഞ്ഞ ആൾക്കാർ വരിക, ഇന്ന് വരിക, നമ്മൾ ഡ്യൂട്ടിയിൽ ഒപ്പിട്ടുണ്ടാവും, നമ്മളവിടെ അല്ല. ആൾക്കാർ പ്രായമുള്ള 70-80 വയസ്സുള്ള മനുഷ്യന്മാർ വരിക, മൂപ്പര് പുറത്തുപോയതാ, എന്തിനാ അറിയില്ല, എന്തോ വേറെന്തൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ട്, പിറ്റീസം വരിക, പിന്നെയും പോവുക. ഈ ഇവിടെ നിൽക്കുന്ന ഒപ്പിട്ടതിന്റെ മുഴുവൻ ശമ്പളം വാങ്ങിയിട്ടുണ്ടാവും. എത്ര മനുഷ്യരുടെ ഫയലുകളാണ് നമ്മളുടെ കിബറ് കൊണ്ടും നമ്മൾ ജീവിതത്തിൽ പാലിക്കാത്ത മര്യാദ കൊണ്ടും പടച്ചോനെ പേടി ലവലേശല്ലാത്തത് കൊണ്ടും കെട്ടിങ്ങനെ കിടക്കണ്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒപ്പിടാനേ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടാവും. കുറച്ചൊന്ന് നടക്കട്ടെ, കുറച്ചൊന്ന് വരട്ടെ, അവനാന്റെ വാപ്പാനെ കൊണ്ടും വല്യാപ്പാനെ കൊണ്ടും നടത്തിപ്പിക്കും പടച്ചോൻ. ഇത് വെറുതെ ഞാൻ എന്റെ വാചകം കൊണ്ട് പറയില്ല. ജീവിച്ചിരിക്കെ നമുക്ക് നട്ടലിന് ക്ഷതം പറ്റി വീട്ടിൽ നിൽക്കുമ്പോഴേ ഇതാണ് ഗവൺമെന്റിന്റെ പാസ്സാക്കി കിട്ടാൻ 16 സ്ഥലങ്ങളിലൂടെ പോകുമ്പം അവിടുന്നൊക്കെ ഇതേപോലെ ലേഖയിപ്പിക്കുമ്പം കുറ്റബോധം ഇങ്ങനെ വരും. പടച്ചോനെ, എത്ര മനുഷ്യന്മാരാ എന്റെ മുന്നിൽ കൂടെ നടന്നീനത്, ഞാൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മൾ കേൾപ്പിക്കപ്പെട്ടത് നിർവഹിക്കുക, അതിന്റെ കൂടെ ബാക്കിയുള്ളതും അതിന്റെ കൂടെയാണ് ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ തന്നെ പറഞ്ഞത്. വിശ്വാസി എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവൻ നിർവഹിക്കുന്നവനാണ്. ഇതിന്റെ നേർ വിപരീതം നമ്മൾ പറഞ്ഞു, വഞ്ചനയാണ്. വഞ്ചന. പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, ആ ഹദീസ് മനസ്സെന്ന് പോരും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലാ ഈമാന ലിമൻ ലാ അമാനത്തല, വിശ്വസ്തതയില്ലാത്തവനും അതെല്ലാം. ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. അവ്വലു മാ തുഫ്തിദൂന മിൻ ദീനിക്കും അൽ അമാന, മതമുള്ളവന്റെ ജീവിതത്തിൽ അഥവാ നമ്മുടെ ജീവിതത്തിൽ, ഖുത്ബക്ക് വന്നവരാണല്ലോ, മതമുള്ളവരാണല്ലോ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുക അൽ അമാന, ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന ചിന്തയാണ്. വആഖിറു മാ യബ്ഖാ ദീനക്കും അസ്സലാ, ഏറ്റവും അവസാനം പോകുന്ന നിസ്കാരാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ, അമാനത്ത് പോയി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഞാൻ എന്റെ ഓഫീസിൽ പോകണില്ല, നിസ്കരിക്കുന്നുണ്ട്. ഞാൻ ആളുകൾക്ക് ഫയൽ എഴുതി എടുക്കണില്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഷോപ്പിലെ എന്റെ മുതലാളിയെയും
എനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഞാൻ ദുഹ നിസ്കരിക്കുന്നുണ്ട്, ളുഹ്ർ നിസ്കരിക്കുന്നുണ്ട്. പ്രവാചകന്റെ വാക്ക്, അയാൾ നിസ്കരിക്കുന്നു, വലയുസല്ലിയന്ന ഖൗമുൻ ലാ ദീന ലഹും, അവർ ദീനില്ലാതെ നമസ്കരിക്കുന്നവരാകുന്നു. ഇത് ഞാൻ എന്നോട് ചോദിക്കണം, ഖത്തീബിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖുതുബയും വേസ്റ്റാണ്, ഇമാമത്ത് എന്നുള്ള നിസ്കാരം വേസ്റ്റാണ് ഇസ്ലാമിൽ. അതേപോലെയാണ് നമ്മളും. വഞ്ചനയും ചതിയും ഏതൊക്കെ ആളുകൾ വന്നാലും നമ്മൾ കൂടെ നിൽക്കരുത് കൂട്ടരെ, ദയവ് ചെയ്തു വരാൻ. നമ്മുടെ ദീനിനെയാണ് ബാധിക്കുക വഞ്ചനയും ചതിയും. കാരണം മുനാഫിക്കിന്റെ ലക്ഷണമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രണ്ടെണ്ണവും, വഇദാ വഅദ ഖലഫ, വിശ്വസിച്ചാൽ ചതിക്കും, വഇദാ തുമിന ഖാന, അവനെ നമ്പിയാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവൻ വഞ്ചന കാണിക്കും, വഇൻ സ്വാമ വസല്ല വസഅമ അന്നഹു മുസ്ലിം, അവൻ വാദിക്കാണ് ഞാൻ നിസ്കരിക്കണം, നോമ്പോക്കണ, ഹജ്ജ് ചെയ്ത മുസ്ലിമാണെന്ന് പറഞ്ഞാലും അവൻ മുനാഫിഖാണ്. ഇത് ശ്രദ്ധിക്കണം. ചതിയിലും വഞ്ചനയിലും നമ്മൾ ഉണ്ടാകരുത്. ദയവ് ചെയ്ത് പറയാൻ, ചതിക്കുന്നവരിലും വഞ്ചിക്കുന്നവരിലും ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരിലും നമ്മൾ ഒരിക്കലും ഉണ്ടാകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടി കൂടെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു കടയിൽ ഗോതമ്പ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കുമ്പോൾ ഗോതമ്പിന്റെ ചാക്കിന്റെ പകുതിക്ക് താഴത്തേക്ക് ഇങ്ങനെ ചാക്കിന്റെ പുറത്ത് നനഞ്ഞതായിട്ട് ഇങ്ങനെ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് നേരെ ചാക്കിന്റെ ഉള്ളിലേക്ക് പ്രവാചകൻ ഗോതമ്പ് ചാക്കിന്റെ ഉള്ളിൽ കൈ ഇങ്ങനെ ഇട്ടു. അപ്പൊ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ എടുത്തപ്പം നനഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാദ, ഇതെന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം റസൂൽ അത് നനഞ്ഞതാണ്. പിന്നെന്തേ? ഒന്നുമില്ല റസൂൽ, ഞാൻ അടിയിലിട്ടതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ലടാ, ഉണങ്ങിയതാണ് മുകളിൽ, അത് കണ്ടിട്ട് ആൾക്കാർ വാങ്ങും. ആ വാങ്ങൽ 4 or 5 കോരി കഴിഞ്ഞാൽ ഉണങ്ങിയത് ആവശ്യമുള്ള ആൾക്ക് നനഞ്ഞത് കൂടി മിക്സ് ആയിട്ടാ കിട്ടുക. അത് ചതിയാണ്, ചെയ്യരുത് കേട്ടോ. വിശാലമാണ്, കച്ചവടവുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. പക്ഷെ ഇവിടെ ഒരു വിഷയം പറയാൻ, ഉണങ്ങിയതിന്റെ കൂടെ ഉണങ്ങാത്തത് വെക്കുക, ഉണങ്ങാത്തതിന്റെ കൂടെ ഉണങ്ങിയത് വെക്കുക, രണ്ടും ഒരേ വിലക്ക് വെക്കുക എന്നുള്ളത് ചതിയാണ്, ചെയ്യരുത്. അത്ര സൂക്ഷ്മത വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്തറിയോ? മൻ ഗശന, ആരെങ്കിലും മറ്റൊരാളെ ചതിച്ചാൽ വഞ്ചിച്ചാൽ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. നമ്മൾ പല ആൾക്കാര് നമ്മൾ വീട് പണി ആരേൽപ്പിക്കുക, നമ്മൾ വീട് പണി ആരേൽപ്പിക്കുക, നമ്മളിങ്ങനെ പറയും അവിടെ നമ്മളെ വാപ്പാന്റെ ബന്ധുവാണ്, എളാപ്പാന്റെ കുട്ടിയാണ്, കുഴപ്പമില്ല. നമ്മൾ പലരേക്കൊന്ന് കൊട്ടേഷൻ വാങ്ങും. നമുക്ക് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷനും എല്ലാ സംഗതികളും എഴുതിയിട്ട് ഒരാൾ തരും. നമ്മളെ ബന്ധുവോ നമ്മളെ അടുത്ത ആൾക്കാർ അറിയുന്ന ആൾക്കാരെ കാണും. നമ്മൾ 100% വിശ്വസിച്ച് പൈസയും കൊടുക്കുക ഏൽപ്പിക്കും. എത്ര മനുഷ്യന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ, എത്ര മനുഷ്യന്മാർ വീട് കൂടലൊക്കെ കഴിഞ്ഞ് പിറ്റേ പകുതി വരെ എത്തി, ഇനി പകുതി പറ്റിച്ചു എന്നറിഞ്ഞിട്ട് മൗലവി വീട് കൂടുതൽ നടത്തുകയാണ്. എന്താ രസങ്ങളെ, കൊട്ടേഷനിൽ പറഞ്ഞ സാധനമൊന്നും ചെയ്യൂല. കൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ കമ്പി, ഈ പറഞ്ഞ സിമെന്റ് ഒന്നും ഉണ്ടാവില്ല. 3-ാം കൊല്ലത്ത് ചോരാൻ തുടങ്ങും. പറഞ്ഞാ പറയും, അനക്കിപ്പോ അങ്ങനെ എല്ലാത്തിനും കണക്ക് വയ്ക്കാനൊക്കെ ആയില്ലേ, പണ്ട് നമ്മൾ പന്തളിച്ച് എല്ലാം. അങ്ങോട്ടൊരു കാര്യവും പറയാനയക്കൂല. വിശ്വസിച്ച മനുഷ്യനെ ചതിക്ക. എന്തുകൊണ്ടാണ് നമുക്ക് ജോലി എന്ന്, എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് കോൺട്രാക്ട് എന്ന്? ഞാൻ നല്ലോനാന്ന് വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ ഈ നാട്ടിൽ വേറെ കോൺട്രാക്ടർമാരില്ലാത്തോണ്ടല്ല. കേരളക്കാരെ മൊത്തം എടുത്ത 1 ലക്ഷത്തിലപ്പുറം കോൺട്രാക്ടർമാരുണ്ടാവും. അതിൽ ആ 1 ലക്ഷത്തിന്ന് മാറിയിട്ട് എനിക്ക് തരാൻ, നമ്മക്ക് തരാൻ കാരണം എന്താ അറിയോ? അയാൾ നമ്മളെ വിശ്വസിക്കുന്നു. എന്താ വിശ്വാസം? നല്ല വീട് കയറ്റും, പറ്റിക്കൂല, ചതിക്കൂല, പള്ളിക്ക് വരുന്ന ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, ബാപ്പാന്റെ ചങ്ങായിയാണ്, എന്നിട്ട് ചതിക്കുക. വാഹനം വാങ്ങാൻ വണ്ടി തരുമ്പോ നമ്മളെടുത്ത് ഇങ്ങനെ വന്നിട്ട്, വണ്ടി ഏതാ ഇത്? നമ്മളെയൊക്കെ ഒരു നല്ല വണ്ടി ഉണ്ട്, ആയിക്കോട്ടെ അൽഹംദുലില്ലാ സോങ്ങളെ. നമ്മളോട് അതൊരാൾ പറയുമ്പം, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളോട് നമ്മുടെ ഒരു കൂട്ടുകാരെന്ന് പറയുമ്പം നമ്മൾ രണ്ടാമത് ആലോചിക്കോ ഇല്ല. എന്നാൽ വേറെ കച്ചവടക്കാരോ ബാക്കിയുള്ളവരോ പറയുമ്പോൾ നമ്മൾ പറയും, എടാ എന്റെ അടുത്ത് ഒരാളുണ്ട്, ഞാൻ അയാളെയും കൂട്ടി വരാം,
ഇങ്ങോട്ട് വണ്ടിയെ നോക്കാം. എന്നാൽ നമ്മൾ പള്ളിക്കെന്ന് കാണുന്നേ, നമ്മൾ അങ്ങാടിന്ന് കാണുന്നേ, നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നേ ഒരു ആള് നമ്മോട് എനിക്ക് വണ്ടി ആവശ്യമുണ്ടെങ്കിൽ എടാ എന്റെ അടുത്തുണ്ട്, നമ്മൾ അയാളെ 100% വിശ്വസിക്കും. എന്താ അറിയോ, അയാൾ നമ്മളെ ചതിക്കൂല. ആരെ ചതിച്ചാലും നമ്മളെ ചതിക്കൂല. കാരണം ഞങ്ങളെ ഒന്നിച്ച് ജീവിക്കണവനാണ്. വണ്ടി വാങ്ങി 6 മാസം കൊണ്ട് തീരുമാനമായി. വർക്ക് ഷോപ്പ് പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങള് ഡാമേജ് ആയ വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് എടുത്തത്? ഡാമേജോ? ഇത് ഫുള്ള് തീരുമാനമായിട്ട് 2ാമത് വർക്ക് ചെയ്ത് പുട്ടിയടിച്ച് കയറ്റിയ വണ്ടിയാണ്. നമ്മൾ ആരോടെ നമ്മൾ കരയാ? ഇങ്ങനെ വഞ്ചന നടത്തിയിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ കരുതുണ്ടോ? ഈ പൈസ കൊണ്ട് സുഖിച്ച് ജീവിക്കാൻ കഴിയും? പൈസ ഉണ്ടാകും, അത് അള്ള പറഞ്ഞ പൈസ ഉണ്ടാവും. സുഖിക്കാൻ പടച്ചോൻ സമ്മതിക്കില്ല. ഇങ്ങനെ സുഖം കയറി വരും. പടച്ചോൻ അവിടുന്ന് നേർക്ക് നേരെ കണ്ണോടൻ കാണിച്ചു പറ്റിച്ചീന്റെ അടയാളങ്ങളാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോ ഇങ്ങനെ മൂക്ക് കൂടെ ഒലിച്ചിട്ടാകാം, പറയണത് മനസ്സിലാവുണ്ടാവും. ലൈംഗികാവയവത്ത് കൂടെ രക്തം ഒലിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ പൈസയും വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടാകാം. നമ്മൾ അറിഞ്ഞോണ്ട് ചതിയും വഞ്ചനയും ദയവേത് ചെയ്യല്ലേ. ഒരു ബർക്കത്തുണ്ടാവില്ല. ആ പൈസ കൊണ്ട് കുടുംബത്തിൽ നോക്കാൻ കഴിയില്ല. എന്തിനാ പിന്നെ നമ്മൾ ജീവിക്കണത്? എത്ര മനുഷ്യന്മാരെ ഈ വണ്ടിന്റെ പേരിലും ഈ വീടിന്റെ പേരിലും പൈസ വിശ്വസിച്ചൊരാൾ കൊടുക്കും. ഒരു മൗലവിന്റെ ഒക്കെ ഒരാൾ പൈസ തരും. മൗലവി ഇങ്ങക്ക് ആവശ്യം, ഞാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ ചോദിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവിന്റെ ഒക്കെ ഒരാൾ 5 ലക്ഷം റുപ്യ കൊടുക്കുമ്പോ അയാളെ വിശ്വാസം എന്താ കൂട്ടരെ? ആര് ചതിച്ചാലും ഞാൻ കൊടുക്കേണ്ടത് മൗലവിന്റെ ഏക്കലാണ്, അയലോക്കാരന്റെ ഏക്കലാണ്, ഉസ്താദിന്റെ ഏക്കലാണ്, എന്റെ വാപ്പാന്റെ ചങ്ങായിന്റെ ഏക്കലാണ്. അയാൾ ചതിക്കൂല. പിന്നെ പൈസ ചോദിക്കുമ്പോ കാണാ പൈസ തരൂല. അങ്ങനെ നീട്ടും. അവനാൻ ആവശ്യമുള്ള സമയത്ത് ചോദിച്ചാൽ തരൂല. ഇങ്ങോട്ട് ചോദിക്കാൻ നേരത്ത് ബന്ധം പറഞ്ഞൊരൊറ്റ കുട്ടി അങ്ങോട്ട് ചോദിക്കുമ്പോ ലാസ്റ്റ് അങ്ങാടിയിലിട്ട് ഇങ്ങോട്ട് ചൂടാവും. അന്റെ ഒരു പൈസ അങ്ങി മനുഷ്യ കുടുങ്ങിയാലോ റബ്ബെ. അയാൾ വന്ന് ചോദിച്ച നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ ലാസ്റ്റ് അവസാനം അദ്ദേഹം നമ്മൾക്ക് കടം തന്ന പൈസക്ക് കോടതിയിൽ പോയി വക്കീലിനെ വെച്ച് വാദിക്കേണ്ട ദുരന്തം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ നിസ്കരിക്കുന്നുണ്ടാവും. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ നിസ്കരിക്കുന്ന മുസ്ലിമല്ല. നിസ്കരിക്കണ മുസ്ലിമല്ല. ഉമ്മാരും ശരിക്കത് കേൾക്കണം സഹോദരിമാരെ. നമ്മുടെ ഭാഗത്ത് ചതിയും വഞ്ചനയും ഉണ്ടാകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചക തന്നെയാണ്, മൻ ഗശനാ ഫലൈസ മിന്നാ. ചതിച്ചവൻ, വഞ്ചിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്ത് മുഅ്മിനൂനിൽ വല്ലദീനഹും, അവരാരാണ്, ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ കരാറുകളും ഉത്തരവാദിത്തങ്ങളും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പൂർത്തിയാക്കുന്നവരാണ്. ബാക്കി അള്ളാഹുലേക്ക് പടച്ചോനെ ഇന്നെ ഏൽപ്പിച്ച സ്ഥാനം, ഞാൻ ഏറ്റെടുത്ത പദവി, ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഹലാലായ രൂപത്തിൽ എന്നാൽ കഴിയുന്ന രൂപത്തിൽ കഴിവിന്റെ പരമാവധി നാഥ ഞാൻ നിർവഹിക്കാൻ ശ്രമിക്കുന്നു, നിർവഹിച്ചിട്ടുണ്ട് നാഥ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ ചെറുപ്പത്തിൽ കഷ്ടപ്പാടിന്റെ കാലഘട്ടത്തിൽ നോക്കിയ ഒരുപാട് ആളുകൾ, റഹ്മാനായ നാഥ നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഗൾഫ് നാടുകളിൽ പോയി ഒരുപാട് കഷ്ടപ്പെടുന്ന സാധുക്കളായ മനുഷ്യരുണ്ട് നാഥ. അവർക്കെല്ലാം നാഥ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.